വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് പാമ്പിനെ കാണാണ്. ചത്ത പാമ്പ്. വിട്ടിനേശം പാമ്പിനെ കണ്ടിട്ട് പൊലിവിലാണ് ഞങ്ങൾ എല്ലാരും. തള്ള വരുണ്ടോന്ന് നടി കൂടെ നോക്കണ ഫാസിലാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. എന്തായാലും വേണ്ടില്ല, ഈ രാത്രി ഞങ്ങൾ നടക്കാറിയപ്പോ ഇന്നലെ കണ്ടത് ഒരു പാമ്പിനാണ്. നല്ല കണിയാണെന്നാണ് ഞങ്ങൾ വിചാരിക്കണേ കേട്ടോ. തൊടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടർഫൊക്കെ അന്ന് പോയിരുന്നു, പക്ഷെ അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇന്ന് എന്തായാലും നടന്നുകൊണ്ട് ടർഫ് പോകണം എന്നാണ് വിചാരിക്കണത്. നടന്നേക്ക് വാളയാർ പരമശിവത്തിന്റെ ലോറി ഇങ്ങനെ റോഡിൽ നിരത്തിട്ട് കുണിഞ്ഞ് സ്പിരിറ്റ് കടത്താനാവുന്ന രണ്ടാളുണ്ട്. ഇന്റെ കാണാതെ ഒറ്റക്ക് ഇങ്ങനെ നടന്നോളൂ. ഇവൽ എന്തൊക്കെ പറയുന്നുണ്ട്, എനിക്ക് ലൈൻ ഉണ്ടോ എനിക്ക് ലൈൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാണ് ഇങ്ങനെ റോട്ടിൽ കൂടെ നടക്കുകയാണ്. എന്തായാലും വേണ്ടില്ല, നല്ല രസകരമായ നടത്തായിരുന്നു. ഞങ്ങൾ അങ്ങനെ ലൈറ്റ് എത്തിയാൽ മനസ്സിലാക്കാൻ നമ്മളെ ടർഫ് ഏകദേശം എത്താനായിക്കണോന്നുള്ളത്. ഇനി കുറച്ചും കൂടി നടക്കാനുള്ളൂ എന്നുള്ളൊരു ആശ്വാസത്തിലാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നടന്ന് എന്തായാലും ടർഫ് എത്തിട്ടാ. ടർഫിന്റെ പണിയൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ അർബാന കണ്ടേക്ക് അതിലാണ് കയറിയിരുന്നു ഫാസിൽ. നിന്നെ തള്ളി കൂടി എനിക്ക് ഞാൻ കണ്ടന്റ് തരാന്ന്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എനിക്ക് ഇത്രത്തോളം കണ്ടന്റ് തരുന്ന വേറൊരു വ്യക്തി ഇല്ലട്ടെ ഈ സഫാനയിൽ. ഫാസിൽ മാത്രമേ ഉള്ളൂ. അതിന്റെ അവാർഡ് ഞാൻ വേറെ ആർക്കും കൊടുക്കൂല, ഫാസിലിന് മാത്രമേ കൊടുക്കുള്ളൂ. എന്തായാലും നടന്നാണല്ലോ. അപ്പൊ ആ ക്ഷീണം ഒന്ന് മാറ്റാൻ വേണ്ടി കണ്ട് ഒരു പിസ്സ കഴിക്കാൻ വേണ്ടിട്ട് എന്റെ കടി കയറി തരുമ്പോ വന്നപ്പോ തന്നെ ഒരു ഫ്ലൈങ് കിസ് ആണ് തന്നത്. ഇപ്പൊ നല്ലൊരാളാണ് കേട്ടോ. അവന്റെ പിസ്സ കാണുമ്പോ തന്നെ ഒരു ചൊറുക്കാണ്. പൂതി ഞാൻ എന്തോ വലിയ സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞാൽ ഇപ്പം വലിയ സാധനങ്ങളൊക്കെ എനിക്ക് തരുന്നു. ഇതൊക്കെ തിന്നു വന്നിട്ട് നല്ല അഭിപ്രായം പറഞ്ഞാൽ മതിയായിരുന്നു. ആ സെലിബ്രിറ്റിന്റെ പാസ്റ്റസും വെച്ച് കാണി നമ്മളത് തിന്നുകാണ് നേരെ റൂം കാർഡ് പിടിച്ചുട്ടാ. അപ്പൊ ശരി ടാറ്റാ.